പുഴകളിലെ അടക്കം മത്സ്യസമ്പത്ത് കുറയ്ക്കുന്നത് പാരിസ്ഥിതികാഘാതത്തിന്റെ പ്രതിഫലനമെന്ന പരിസ്ഥിതി പ്രവർത്തകർ. കീടനാശിനിയുടെ അമിതമായ പ്രയോഗവും ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നതുമാണ് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമെന്നും പാരിസ്ഥിതികാഘാതം കുറയ്ക്കുന്നതിന് അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മുമ്പെല്ലാം പുഴകളും തോടുകളിലും സമൃദ്ധമായി കണ്ടിരുന്ന പല ചെറുമത്സ്യങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന സാഹചര്യമാണ്. പരള്, വാഴയ്ക്കാവരയൻ, കല്ലേമുട്ടി, ചില്ലാൻകൂരി തുടങ്ങിയ മത്സ്യങ്ങൾ ഇപ്പോൾ അപൂർവമായി മാറിയിരിക്കുന്ന സാഹചര്യം. ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇടുക്കി മലയോരത്തെ കാർഷിക മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗവും പുഴകളും തോടുകളും അടക്കം മാലിന്യവാഹികളായി മാറുന്നതുമാണ്. ഇതിന് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതത്തിന് വഴിയൊരുക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകനും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. തനത് മീനുകളുടെ ശോഷണമാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ തോടുകളിലെടുത്താലും പുഴകളിലെടുത്താലും തനത് മീനുകളുടെ വളരെയധികം കുറവ് വന്നിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരള്, കറ്റി, കൂരൽ, മഞ്ഞക്കൂരി ഇതൊന്നും ഇപ്പോൾ കാണാൻ തന്നെയില്ല. ഇതിനുള്ള കാരണം അമിതമായ രാസവള പ്രയോഗവും കീടനാശിനി പ്രയോഗവും അതിലേറെ ജലസ്രോതസ്സുകളിലെ പ്ലാസ്റ്റിക് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഇവയുടെ പ്രജനനത്തിന് മുട്ടയിടാനുള്ള ആവാസ വ്യവസ്ഥയെ തകർക്കുകയാണ്. സമുദ്രത്തിൽ പോലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. 150-ലേറെ തനത് മീനുകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 60-ൽ താഴെയാണെന്ന് കുഫോസിന്റെ പഠനത്തിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചെറുമത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനൊപ്പം തവളയടക്കമുള്ള മറ്റു ജീവികൾക്കും ഇത് തിരിച്ചടിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ പ്രധാന ഘടകങ്ങളായ ഇവയെ സംരക്ഷിക്കുന്നതിന് പ്രാദേശിക തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്.